ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ മുടിയുടെ മഴക്കാലത്ത് എങ്ങനെ നമ്മൾ മുടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നല്ല തണുപ്പ്, നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ വിചാരിക്കും എല്ലാവരും ഇതൊക്കെ വെറുതെ പറയണതാണ്. പല യൂട്യൂബേഴ്സും ഇങ്ങനെ പറയാറുണ്ടല്ലോ, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി, പല എണ്ണകളും. പക്ഷേ ഞാൻ പറയണതിൻ്റെ ഒരു സത്യമുണ്ട്, അത് മനസ്സിലാക്കണം. ഈ നാല് വർഷം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ സുഖമില്ലാതെയാണ്. അപ്പോൾ എൻ്റെ സുഖമില്ലാതെ ആയതിന് ശേഷം എനിക്കൊരു ദിവസം ഒരു കയ്യിൽ തുരുതുര 5 മിനിറ്റ് കൂടുമ്പോൾ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു 2 കയ്യിലും. അതൊക്കെ അങ്ങനെ കുത്തിയിട്ട് കൈവാളിച്ചിരുന്നു. ഞാൻ പിന്നെ 55 കിലോ ഉണ്ടായിരുന്ന ഞാൻ വെറും 15 കിലോനെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കോല അറിയാമല്ലോ, അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. പിന്നെ മുടിയുടെ എടുത്തിരുന്നു, അത് പുല്ലിൻ്റെ അടുത്ത് മിസ്സായിരുന്നു. അപ്പോൾ വീഡിയോ ഇടണമെന്നൊന്നും നമ്മളന്ന് ചിന്തിക്കില്ലല്ലോ, മുടി പുഴയിലൊക്കെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് ശേഷം വെയിറ്റ് കുറഞ്ഞു. പിന്നെ നമ്മളൊരു മാസം പനി പിടിച്ചിട്ട് തല നനയ്ക്കാതെ ഇരിക്കുക, ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച. അപ്പോൾ നമ്മളെ മുടി എത്ര കൊഴിയുന്നു നമുക്ക് ഊഹിച്ചൂടെ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിൽ ഈ ICUവിൽ അനങ്ങാതെ കിടക്കണം ഞാൻ. എൻ്റെ മുടി മുഴുവനും സിസ്റ്റർ കട്ട് ചെയ്തു, എന്നോട് ചോദിച്ചിട്ട് തന്നെ. പിന്നെ എന്നോട് പറഞ്ഞു, അപ്പോഴും ഞാൻ വിചാരിച്ച് കട്ട് ചെയ്തതല്ലേ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ മരുന്നിൻ്റെ എൻ്റെ 2 കയ്യിലും വെച്ച് പിന്നെ തുടയിലൊക്കെ വെച്ചിട്ട് ഇനി അവർക്ക് സ്ഥലമില്ല എന്നിട്ട് വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒക്കെ അങ്ങനെ മരവിച്ച പോലെ ആയിട്ട് പിന്നെ അവരിൻ്റെ അടുത്ത് വയറിൽ വെക്കാൻ തുടങ്ങാനായി. പിന്നെ ഇനി ഒരു ഓപ്ഷൻ അതേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ഞാനാണത് അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ICUവിൽ 2 മാസം അങ്ങനെയൊക്കെ കടന്നിട്ട് പിന്നെ എന്നെ റൂമിലേക്ക് മാറ്റി വെക്കുമ്പോൾ, അപ്പോൾ ഓക്സിജനിൽ തന്നെയാണ്, റൂമിലേക്ക് മാറ്റിയിട്ട് മുടി മോള് റൂമിലേക്ക് വന്നപ്പോഴേ അവൾ വെറുതെ മുടിയിൽ പിടിച്ചതാ. അപ്പം ഉണ്ടല്ലോ ഈ മുടി ഓടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിഴുത് പോന്നിട്ട് അവളെ കയ്യിൽ. അപ്പോഴാണ് നമുക്കറിയാം നമുക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മുടി. എൻ്റെ കല്യാണത്തിന് നല്ല ഇത്ര മുടി ഉണ്ടായിരുന്നു എനിക്ക്. അത് പിന്നെ ഇതായിട്ട് പോയിട്ട് പിന്നെ നമുക്ക് അറിയാമല്ലോ, 2 കുട്ടികളും പിന്നെ ജോലിക്ക് പോക്ക് ശ്രദ്ധിക്കാതെയായിട്ട് അങ്ങനെ ഇതായതാണ്. എൻ്റെ അമ്മ ഇന്നും എണ്ണ കാച്ചി തരും എനിക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിട്ട് എൻ്റെ കുട്ടീനെ കാണാതെ ഞാൻ അങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അവൾ നമ്മുടെ മുടി ഞാൻ കെട്ടർത്തരാൻ പറഞ്ഞു. പിന്നെ അവൾക്ക് അതൊരു ജാതി തലചുറ്റ പോലെ അവൾക്ക് ആകെ ടെൻഷനായി. ഞാൻ അത് കണ്ടാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ലല്ലോ, ഇവിടെ നിന്ന് പിഴുത് പൂരാണ് ഒക്കെ അങ്ങനെ. അപ്പോൾ അവൾ ഇതിനെ കാണാതെ വേസ്റ്റ് ഇതിൽ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ മുടി കെട്ടിയിരിക്കുക, നമുക്കിനി വേണ്ട, പിന്നെ ചെയ്യാത് നല്ല കെട്ടാണ് പറഞ്ഞു എൻ്റെ അടുത്ത്. അവൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ടല്ല, അവൾ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് എൻ്റെ തലയുടെ ഓട് മാത്രം ഒരു 5-6 മുടിയുടെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ വന്ന് അതിന് ശേഷം എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് ഓക്സിജനിലൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഡോക്ടറെ കാണാൻ പോലും. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ ഡോക്ടറോട് ചോദിച്ചത്, കുറച്ച് നടക്കാറായപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്നറിയാം, സാറേ എൻ്റെ മുടി പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെ ആയില്ലേ ഞാനെന്ന് ചോദിച്ചു. ഞാൻ ഷാളിട്ടിട്ട് അങ്ങനെ നടന്നിരുന്നു. അപ്പോൾ ഡോക്ടർ എന്തെൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയാം, ജീവൻ തിരിച്ച് കിട്ടിയില്ലേ, ഇങ്ങനെ ആയില്ലേ, മുടിയല്ലേ, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ചെയ്യാണ്ട് മുടിക്ക് വേണ്ടിയിട്ട്. ഡോക്ടർ ഉദ്ദേശിച്ചത് വല്ല വിഭജിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്നാവും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഇത്ര ആയില്ലേ, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അതിനല്ലേ നമ്മൾ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടത്, മുടിയല്ലേ, അത് സാരമില്ല പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഓരോ എണ്ണ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് കാച്ചി തന്നിരുന്നു, എൻ്റെ അടുത്ത് ഓരോ തൊട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോക്കി മുമ്പേ അമ്മയ്ക്ക് എണ്ണ കാച്ചാനൊക്കെ അറിയും, നന്നായി കാച്ചി തന്നിരുന്നു മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓരോ എണ്ണയും പരീക്ഷിച്ച് നോക്കിയിട്ട് അതൊന്നും തേച്ചിട്ട് പിന്നെ എൻ്റെ മുടി കുറേ കൊഴിഞ്ഞു പോയി. എൻ്റെ നഖമൊക്കെ കൊഴിഞ്ഞു പോയി വന്നതാണ്, എല്ലാം പോയിരുന്നു. നഖമൊക്കെ അറുത്തിട്ട് ഒരു കുറ്റിയുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട് പുതിയ നഖം വന്നതാണ്. എൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാലിൻ്റെ വിരലിൻ്റെ നഖം പോയിട്ട് പിന്നെ ഒരു ഉളിനഖം കുത്തണ പോലെ ഉണ്ടാവില്ലേ, എന്തോ തട്ടിയിട്ട് പോയത്, മഴ തട്ടിയിട്ട് പോയതായിരുന്നു. ഇപ്പോഴല്ല പണ്ട്. അത് തട്ടിയിട്ട് പിന്നെ മഴ ഉരിച്ചാടിയിട്ടേ കാല് തട്ടിയത്, വറവ് കിട്ടണ മഴ ഉണ്ടല്ലോ അത്. അത് ഈ നഖം ഇപ്പോഴും ഉളിനഖം കുത്തണപ്പോൾ എന്നും ഇങ്ങനെയായിരുന്നു. പക്ഷേ ഈ നഖം ഈ അസുഖം വന്ന ശേഷം കൊഴിഞ്ഞു പോയിട്ട് പുതിയത് വന്ന് നല്ല നഖം വന്നത്. ആകെ ഒരു മെച്ചമുണ്ടായത് അതാണ്. നല്ല നഖം വന്നു കാലിലെ, നല്ല നഖമായിരുന്നു. എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് വന്നു. ആ ഒരു നഖം ഇതായിട്ട് നിൽക്കുകയായിരുന്നു എൻ്റെ, എന്നും അതിങ്ങനെ പൊട്ടിയിട്ട് നിന്നായിരുന്നു. പക്ഷെ അത് കൊഴിഞ്ഞു പോയിട്ട് പുതിയതെന്ന് വന്നു. അപ്പോൾ അത്രയെല്ലാം പോയിരുന്നു മുടിയൊക്കെ. എന്നിട്ട് ഞാൻ ഓരോ എണ്ണയും പരീക്ഷിച്ച് നോക്കും, അപ്പോഴൊന്നും മുടി വരുന്നത് അറിയില്ല. പക്ഷേ എനിക്കിതൊന്നും തേച്ചിട്ട് ഈ 3-4 വർഷമായിട്ട് കൊഴിഞ്ഞു പോയില്ല എൻ്റെ മുടി. പിന്നെ എല്ലാവരും വിചാരിക്കും മുടി, എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ മുടി കറുത്തണം, 40 വയസ്സ് 45 വയസ്സായപ്പോഴേക്കും അവരുടെയൊക്കെ മുടി കറുത്തണം. എൻ്റെ മുടി നോക്കി കറുക്കല്ല, പിന്നെ നരച്ചെണ്ണു. എൻ്റെ മുടി കണ്ടു, ഇതിപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ ഒന്നും തേച്ചിട്ടില്ല, ഡൈ ചെയ്തിട്ടൊന്നുമില്ല മുടി. ഇത് കണ്ടോ, എൻ്റെ മുടി നല്ല കറുപ്പാണ്. പക്ഷെ ഓരോന്ന് പറയാം, അത് കുഴപ്പമില്ല, ഉണ്ടാവുമല്ലോ, ഉണ്ട്. അങ്ങനെ
അപ്പോൾ ഞാനിപ്പോൾ ഈ മഴക്കാലത്ത് എങ്ങനെ മുടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് എന്ത് ചെയ്യണമെന്നറിയോ? പിന്നെ എന്താണ് എൻ്റെ മുടി നമ്മൾ രാവിലെ നീച്ചിട്ട് ഒഴിവില്ലാത്തവരെന്താ ചെയ്യുക വെച്ചാൽ രാവിലെ തന്നെ നീച്ചിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഇതുണ്ടോ ഇങ്ങനത്തെ ചീർപ്പെടുക്കണം. ഇങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ ഇടയില്ലാത്ത ചീർപ്പെടുക്കരുത്, ഇങ്ങനത്തെ ചീർപ്പെടുക്കുക. എന്നിട്ട് മുടി നന്നായിട്ട് ചീകിയിട്ട് അപ്പോൾ കുളിക്കണമെങ്കിൽ കുളിക്കണ്ട, എന്നിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി വയ്ക്കുക. ഇനി മുടഞ്ഞിടാൻ വയ്ക്കുന്നവർ മുടഞ്ഞിട്ടോളം തോനെ മുടിയുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ അത് കെട്ടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ കുളിക്കാൻ ഒഴിവില്ലാത്തവരുള്ള ചിലർ രാവിലെ കുളിക്കുക ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാം? കുളിക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് എണ്ണ നമ്മൾ സ്ഥിരം തേക്കുന്നത് മതി. നല്ല തണുപ്പുള്ള എണ്ണയൊന്നും മഴക്കാലത്ത് തേക്കാൻ നിൽക്കരുത്. ഞാൻ എണ്ണ വേണമെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ തേക്കുന്ന എണ്ണ ഒരുപാട് കുളുകുളുന്നതിനെ തേക്കണ്ട, കുറച്ച് തേക്കുക. എന്നിട്ട് കുളിക്കുക. കുളിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈറമുടി കെട്ടി വയ്ക്കരുത് ഒരിക്കലും. ഈറമുടി കെട്ടി വെച്ചാൽ ഈ മഴക്കാലത്ത് കായ നിറഞ്ഞിട്ട് മുടിയൊക്കെ അവിടെയൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈറമുടി കെട്ടി വെക്കുകയേ ചെയ്യരുത്. അഥവാ നമുക്ക് കുളി കഴിഞ്ഞാൽ കെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ ടവലുണ്ടല്ലോ, തുണി തോർത്തെന്തെങ്കിലും അതെടുത്തിട്ട് കുറച്ച് നേരം കെട്ടിയിട്ട് പിന്നെ അത് വിടർത്തിയിട്ട് അപ്പോൾ കെട്ടിറക്കാനോ മുടി വലിക്കാനോ ഒന്നും നിൽക്കരുത്. നമ്മളിത് കുളിക്കുന്നതിന് മുന്നേ വേണം മുടി കെട്ട് കളയാൻ. കുളി കഴിഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ തന്നെ, അതായത് ഈറമുടി ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് കെട്ടിറത്തിട്ട് വേണം നമുക്ക് കുളിക്കാൻ. കുറച്ച് എണ്ണ തേച്ചാൽ മതി, കൂടുതൽ എണ്ണയൊന്നും തേക്കണ്ട. പിന്നെ അതേപോലെ ഈ തലയിൽ ഓരോ പിന്നെ ഷാമ്പു അല്ല പിന്നെ താളി അങ്ങനത്തെ തേക്കുന്നവരുണ്ടാവില്ലേ, അത് തലയിൽ ഉലുവ എന്തായാലും താളി തേക്കുന്നൊരു തലയിൽ അവിടെ നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. കാരണം നന്നായി കഴുകി കളയണം. അത് അവിടെ നിൽക്കുന്ന സമയത്താണ് തലയിൽ പറ്റി പിടിച്ചിട്ട് ചിലപ്പോൾ ചെറിയ കുരുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിങ്ങനെ എണ്ണ ഇതും കൂടെ ഇങ്ങനെ ഒഴുകി നിൽക്കും. ചിലപ്പോൾ എണ്ണ കളയാൻ വേണ്ടിയിട്ടാവുക തേക്കുന്നുണ്ടാവുക. പക്ഷെ മഴക്കാലത്ത് എന്ത് ചെയ്താൽ മതി എന്ന് പറയുക? എപ്പോഴെങ്കിലും നമുക്ക് വേനൽക്കാലത്ത് ചെയ്യണം അതേപോലെ ചെയ്യരുത്. കുറച്ച് ഇട വിട്ടിട്ട് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. പിന്നെ ഡെയിലി തല നനയ്ക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കെട്ടി വയ്ക്കും. അത് ഒരിക്കലും ചെയ്യരുത്. അവർക്ക് ഒഴിവുള്ള സമയത്ത് ഇനിയിപ്പോൾ രാവിലെ തല നനയ്ക്കാൻ ഒഴിവില്ലാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉണങ്ങി കിട്ടില്ല, ഈറം കെട്ടി വെക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ തല നനയ്ക്കണ്ട. അത് ഇങ്ങനെ നനച്ചേ തീരുന്നുള്ളവർക്ക് നനയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരം വന്നിട്ട് വേഗം നേരത്തെ തലയൊക്കെ നനച്ച് കുളിച്ച് അത് പിന്നെ ആദ്യം കെട്ടൊക്കെ കളയുക. എന്നിട്ട് തല നനച്ച് കുളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു തുള്ളി എണ്ണ, ഒരു തുള്ളി മതി, ഒരു കയ്യിലിങ്ങനെ ഇങ്ങനെ ഇതാക്കാനുള്ളത്, അത് മാത്രം തേച്ചിട്ട് മുടി പിന്നെ ഫാനിൻ്റെ ചുവട്ടിലോ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഇരിക്കുക. അല്ലാതെ ഇത് കെട്ടി വെക്കരുത്. കെട്ടി വെച്ചാൽ കായ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പിന്നെ ഒരു ജാതി മണമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തൊക്കെ ഇത് കുളി കഴിഞ്ഞാൽ അതിനൊക്കെ ഒഴിവുള്ളവർക്ക് വൈകുന്നേരത്താകുമ്പോൾ ചെയ്യാമല്ലോ. എന്ത് ചെയ്യാന്നറിയാം? പുകയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സാമ്പ്രാണി എന്ന് പറയും, കുന്തിരിക്കെന്നൊക്കെ പറയും ചില ആളുകൾ. അത് വാങ്ങി വയ്ക്കുക മഴക്കാലത്ത്. അത് വീട്ടിൽ പുകയ്ക്കണം നല്ലതാണ്. എന്നിട്ട് പുകച്ചിട്ട് അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യരുത്. കാരണം മുടിയിൽ കത്തരുത്. വേറെ ഒരാൾ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക, മുടി പിടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ പുകയൊക്കെ തട്ടിയ മുടിക്ക് നല്ലതാണ്. എന്താ പറയുക, പണ്ടുള്ളവരെ ചെയ്യണതാണല്ലോ അത്. അത് നല്ലതാണ് മുടിക്ക്. മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും പിന്നെ അതിൻ്റെ സ്മെല്ല് തന്നെ ഒരു പ്രത്യേകതയാണല്ലോ, പുക ആ ഒരു സാമ്പ്രാണിൻ്റെ ഒരു സ്മെല്ല്. അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും മുടി ഇതേപോലെ പിന്നെ ഈറൻ മുടി കെട്ടി വയ്ക്കരുത്, ഒരിക്കലും കെട്ടി വയ്ക്കരുത്. അത് വിടർത്തിയിട്ടിട്ട് തന്നെ ഇരിക്കുക കുറച്ച് നേരം. അത് ഉണങ്ങുന്ന വരെ ഫാനിൻ്റെ ചൂട്ടിൽ ഇരിക്കുകയെ അല്ലെങ്കിൽ വിടർത്തിയിട്ട് നടന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ തോർത്ത് കൊണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ഇത് ഇപ്പോൾ നമ്മളെ മുടി കുളി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇതിങ്ങനെ ഒട്ടിയിട്ടാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കൂടിയിട്ടിരിക്കും. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കായ ഉണ്ടാവുന്നത്. കായ എന്ന് പറഞ്ഞാൽ ഈ മുടിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണത്, ഒരു പൂപ്പല്ലോ ഫംഗസിൻ്റെ ഒരു ഇതാ തോന്നുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, അതാ അങ്ങനെ ഈറം മുടിയായിട്ടാണ് ഉണ്ടാവുന്നത്. ഒന്നാമത് മഴ നല്ല പിടിക്കുമ്പോൾ അത് ഉണങ്ങാനും ഇതിന് പറ്റില്ല. അപ്പോൾ അത്യാവശ്യം മുടി ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുടി നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടി വെക്കാതിരിക്കുക. പരത്തിയിട്ടിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുടി വേണമെങ്കിൽ ഒരു തുമ്പോ അല്ലെങ്കിൽ ഒക്കെ കെട്ടിയിടാമല്ലോ. ആ രീതിയിലൊക്കെ ചെയ്യാം. വെറുതെ ഒരു ലൂസാക്കിയിട്ട് ഇവിടെ ഒന്ന് ഇതാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മുടി അങ്ങനെ ചെയ്താൽ മതി. കാരണം അല്ലാതെ മഴക്കാലത്ത് ആരും ഈറം മുടി ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ മഴക്കാലം കഴിയുമ്പോൾ, മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ പിന്നെ ഇങ്ങനെ തണുപ്പല്ലേ വല്ലാതെ, നമ്മുടെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണല്ലോ. ആരോഗ്യം ഇപ്പോൾ കൈകാല് കടച്ചിലൊക്കെ ഉണ്ടാവണം. അപ്പോൾ മുടിക്കും അത് ബാധിക്കും, നല്ല തണുപ്പ്.
അപ്പോൾ അതിനനുസരിച്ചുള്ള മുടിയിൽ തേക്കുക. കൂടുതൽ തണുത്ത താളി ഉണ്ടല്ലോ, തണുപ്പ് കൂടുതൽ അടങ്ങിയത് അത് തേക്കുക. കൂടുതൽ തണുപ്പ് മാത്രം ഉള്ള എണ്ണ അധികം കൂടുതലായിട്ട് ഉപയോഗിക്കുക, കുളിർക്ക തേക്കരുത്. കാരണം അതൊക്കെ മുടി ഇങ്ങനെ ഇഴുകി നിൽക്കുക. എണ്ണയുടെ ആ എണ്ണമയം കൂടുതലാവുമ്പോഴേ തലയിൽ ഓരോ ഇതൊക്കെ കുരുക്കളൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നന്നായിട്ട് അത് സോപ്പിട്ട് കഴുകി കളയാനും പറ്റില്ല. സോപ്പല്ല, ഷാമ്പു ഉദ്ദേശിച്ചത്. അതിട്ടിട്ട് കഴുകി കളയാനും പറ്റില്ല, മഴക്കാലം ആവുകൊണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നല്ല ഈ കുത്തണ മഴ ഉണ്ടല്ലോ, പുറത്തൊക്കെ പണിയെടുക്കുന്നവരുണ്ടാവും, മുറ്റത്ത് തിരുമ്പാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നവർ തലയിൽ നല്ല കവറൊക്കെ കെട്ടിയിട്ട് മുടി നനയ്ക്കാതെ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് ഇതായി പോരുക മുടി. അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാലത്ത് മുടി സംരക്ഷിക്കേണ്ടത്. മുടി ഒരിക്കലും കെട്ടി വയ്ക്കരുത്, അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് കുളിക്കുക, മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ അതിനായിട്ട് ഇരിക്കുക. ചില ആളുകൾക്കൊന്നും ഇപ്പോൾ ഒഴിവുണ്ടായി എന്ന് വരില്ല, പക്ഷെ നമ്മൾ നല്ല സമയം മുടിക്ക് കണ്ടെത്തുക. പിന്നെ എപ്പോഴും തോർത്തോണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിങ്ങനെ ഇതാക്കി വെക്കരുത്. കാരണം അത് ഓർത്ത് നനഞ്ഞിട്ടുണ്ടാവുക, അപ്പോൾ അത് ഈറിനോട് കൂടെ ഇരിക്കുന്നുണ്ടാവുക. ഉണങ്ങിയ ടവൽ വെച്ചിട്ട് എപ്പോഴും ഒന്ന് തുടയ്ക്കാനും ഇതിന് ശ്രദ്ധിക്കുക. പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് മുടി ഇതേപോലെ കെട്ടിറക്കാൻ പറ്റുള്ളൂ. എൻ്റെ മുടി കുറച്ച് ചുരുണ്ടിട്ടാവുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതുണ്ടോ, അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനി എണ്ണ ഉള്ള വീഡിയോ വേണമെങ്കിൽ, എണ്ണ കാച്ചി തേക്കുന്ന വീഡിയോ വേണമെങ്കിൽ എണ്ണയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഓരോന്ന് ഉപയോഗിച്ചത്, കാരണം എൻ്റെ മുടി കൊഴിഞ്ഞിട്ടില്ല. അതുണ്ടോ, മുടി ഇത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ കഴുത്തിനൊപ്പം. അതും ഓരോ ഇത് ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അത് കണ്ടിട്ട്. പക്ഷേ ഞാൻ ഈ എണ്ണ കാച്ചി തേച്ചിട്ടും ഷാമ്പൂ ഇട്ടിട്ടും ഞാൻ സിമ്പിളായിട്ടുള്ള ഇത് എപ്പോഴും ഒരു എണ്ണയല്ല ഞാൻ തേച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പലതും മാറ്റി ഞാൻ പരീക്ഷിച്ച് നോക്കി മുടി വളർന്നു തരാൻ വേണ്ടി. പക്ഷെ വളർന്നു വന്നു. ഇതുണ്ടോ, പിന്നെ എനിക്കിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം മുടി കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത് എങ്ങനെ ഇത്രയും ഇങ്ങനെയും ഇതായിട്ട് മുടി ഇങ്ങനെ വന്നത്. കാരണം ഒരു അസുഖമില്ലാതെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എല്ലാവരും പിന്നെ മഴക്കാലത്ത് മുടിയൊക്കെ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നല്ലൊരു എണ്ണ വേണമെങ്കിൽ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ എണ്ണയുടെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.